ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാടൻ റോസ്, അതായത് നമ്മൾ കമ്പ് മുറിച്ചൊക്കെ നട്ടു വെക്കുന്ന നാടൻ റോസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മൾ ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചട്ടിയാണ്. അതായത് ഞാനിവിടെ സിമെൻറ്റ് ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള ചട്ടി മതിയാകും നമുക്ക് നാടൻ റോസൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു 12 ഇഞ്ച് വലിപ്പമുള്ളൊരു ചട്ടി എടുത്താൽ മതി. ഓക്കെ, ചട്ടിക്ക് ഹോളുണ്ടെന്ന് ഉറപ്പാക്കുക. എന്നാൽ മാത്രമേ നല്ലതുപോലെ വെള്ളമൊക്കെ നമ്മൾ ഒഴിക്കാൻ നേരം നല്ലപോലെ വാർന്നു പോകണം. ആ ഒരു വെള്ളം ഒട്ടും കെട്ടിക്കിടക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് തന്നെ നല്ല ഹോൾസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ട പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ട്. മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽമണ്ണ്, നല്ല വളക്കൂറുള്ള മണ്ണ് നോക്കിയെടുക്കുക. അതിൽ നമ്മൾ ഇതേപോലെയുള്ള പുല്ലും അതുപോലെയുള്ള കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് മാറ്റുക. ഓക്കെ, നമുക്ക് നാടൻ റോസ് നമ്മൾ തറയിൽ നടുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കുഴിച്ച് അങ്ങ് നട്ടു വെക്കുക. അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് വേണ്ടത് മേൽമണ്ണാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കമ്പ് മുറിച്ച് ഒരു ചെറിയൊരു ചട്ടിയിൽ വെച്ച് നല്ലതുപോലെ വേര് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ചട്ടിയിലേക്ക് ഇറക്കി നടേണ്ടത്. ഓക്കെ, ഞാനിവിടെ 2 ഇതേപോലെ വേര് പിടിപ്പിച്ച 2 തൈകളാണ് നമ്മൾ നട്ടുവെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മണ്ണ് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മണ്ണ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണ് എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാനുണ്ട്. അതായത് നമ്മൾ ചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മൾ കൊക്കോപ്പീറ്റൊക്കെ ചേർക്കണം. എന്നാൽ മാത്രമേ മണ്ണ് ഉറയ്ക്കാതെ അതുപോലെ കുറച്ച് വളങ്ങളൊക്കെ മിക്സ് ചെയ്താണ് നമ്മൾ നടേണ്ടത്. അതുപോലെ തന്നെ മണ്ണിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു 10-15% നമ്മൾ മണൽ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ വാങ്ങുന്ന മണലോ അല്ലെങ്കിൽ ആറ്റുമണലോ എന്താണുള്ളത് ആ മണൽ ചേർക്കണം. മണലൊക്കെ ചേർക്കുന്നത് കാരണം നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചാൽ വാർന്നു പോകണം. പിന്നെ വേരോടാനൊക്കെ ഇത് സഹായിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മണലും അതുപോലെ തന്നെ കൊക്കോപ്പീറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൊക്കോപ്പീറ്റ് ഒരുപാട് ചേർക്കേണ്ട, ഒരു 10% മാക്സിമം പോയി കഴിഞ്ഞാൽ അത്രയും ചേർത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മണ്ണ് ചേർത്തു, പിന്നെ മണൽ ചേർത്തു, അതുപോലെ തന്നെ കൊക്കോപ്പീറ്റ്. ഇത് 3ഉം കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് 3ഉം നല്ല രീതിയിൽ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് നീം കേക്ക്, അതായത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് മൂലം ഒരുമാതിരിയുള്ള കീടങ്ങൾ നമ്മുടെ ചെടികളെ ബാധിക്കത്തില്ല. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ്, നമ്മുടെ വേരിനുണ്ടാകുന്ന അസുഖങ്ങൾ, ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ഒരു ജൈവവളം കൂടിയാണ് കേട്ടോ. ഇത് ചേർക്കുന്നത് കൊണ്ട് ചെടിക്ക് നല്ല ആരോഗ്യം കിട്ടും. നല്ല രീതിയിൽ അത് തഴച്ച് വളരാൻ ഇത് സഹായിക്കും. ഇത് നിങ്ങളൊരു 2-3 പിടി ഇട്ട് കൊടുക്കുക. വേപ്പിൻ പിണ്ണാക്കും കൂടെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വേപ്പിൻ പിണ്ണാക്ക് വേണോ എന്ന് നിങ്ങൾ ചോദിക്കും, വേണം. ഓക്കെ, വേപ്പിൻ പിണ്ണാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചേർക്കുന്നത് മൂലം നമ്മുടെ ചെടിയുടെ റോസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേര് നല്ല രീതിയിൽ പിടിച്ച് കിട്ടണമെങ്കിൽ ഇതൊക്കെ ചേർത്താലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളുടെ പോട്ടിംഗ് മിക്സ് ഇവിടെ ഒരുവിധം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയ ഒരു വളമാണ് എല്ലുപൊടി ചേർക്കുന്നത്. എല്ലുപൊടിക്കകത്ത് നല്ല രീതിയിൽ ഫോസ്ഫറസ് ഉണ്ട്. നമ്മൾ ഈ ചെടി നട്ടതിന് ശേഷം പെട്ടെന്നൊന്ന് പൂത്ത് കിട്ടണമെങ്കിൽ ഈ ഫോസ്ഫറസ് ഉള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ ഈ എല്ലുപൊടിക്കകത്ത് ധാരാളം ഫോസ്ഫറസും അതുപോലെ പൊട്ടാഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടി നല്ല കരുത്തോടു കൂടി വളർന്നു വരാൻ ഇത് സഹായിക്കും. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും മഗ്നീഷ്യവും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ നാടൻ റോസ് നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതെന്ന്. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് വേണം. ചട്ടി ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ വേര് പിടിപ്പിച്ച് നമ്മുടെ റോസിൻ്റെ തൈ നട്ടുപിടിപ്പിക്കാം. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് കമ്പ് മുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ കമ്പ് മുറിച്ച് റോസിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത്, കിളിപ്പിക്കുന്നതെന്ന്. അതേ രീതിയിൽ നിങ്ങൾക്ക് റോസിൻ്റെ കമ്പ് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, അങ്ങനെ കുറേ
നമുക്ക് മീഡിയംസ് ഉണ്ട് നമുക്ക് വേര് മുളയ്ക്കാൻ സഹായിക്കുന്നത്. അതിലേതെങ്കിലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളത് നോക്കി ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വേര് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും. അന്നേരം നമ്മുടെ വേര് പിടിപ്പിച്ച നാടൻ റോസിൻ്റെ തൈയാണിത്. ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾക്ക് ഇതേപോലെ നമ്മുടെ കവറ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേപോലെ നേഴ്സറിയിൽ നിന്നും തൈകൾ വാങ്ങാൻ കിട്ടും. ഓക്കെ, ഇതേപോലെ വാങ്ങുന്ന തൈയാണ്. പുറമേയുള്ള കവറ് മാറ്റിയതിന് ശേഷം അതിൻ്റെ വേര് പൊട്ടിപ്പോകാത്ത രീതിയിൽ കുറച്ച് മണ്ണൊന്ന് ഇളക്കി മാറ്റുക. ഓക്കെ, വളരെ ലോലമായിട്ടുള്ളതാണ് നമ്മുടെ റോസിൻ്റെയൊക്കെ വേരുകൾ. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇതിൻ്റെ വേര് നമ്മൾ മണ്ണ് മാറ്റി കൊടുക്കാനായിട്ട്. ഇവിടെ കട്ടിയുള്ള കുറച്ച് മണ്ണ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് മൂലം ചെടിക്ക് നല്ല പോലെ വേരോടാൻ സഹായിക്കും. ഓക്കെ, ഇങ്ങനെയൊന്ന് പൊട്ടിച്ച് ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, മണ്ണ് ഇളക്കി മാറ്റിയതിന് ശേഷം ഇനി നമ്മുടെ റോസ് ഈ മണ്ണിലേക്ക് ഇറക്കി വെക്കാം. നമുക്ക് കൈ കൊണ്ട് തന്നെ ചെറിയൊരു ഇത് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ടാക്കുക, ഒരു കുഴി ഉണ്ടാക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെടി ഇറക്കി വെക്കാം. കണ്ട, ഇതേപോലെ ഒരു ഹോളുണ്ടാക്കുക. നിങ്ങൾക്ക് മണ്ണ് കണ്ടാൽ മനസ്സിലാക്കുക, നല്ല ലൂസ് മണ്ണാണ്, ഒത്തിരി കട്ടിയൊന്നുമില്ലാതെ വേര് നല്ലതുപോലെ ഓടത്തക്ക രീതിയിലുള്ള ഒരു മണ്ണാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ഈ ചെടി ഇറക്കി വെക്കാം. ഇറക്കി വെച്ചതിന് ശേഷം ചുറ്റുമുള്ള മണ്ണ് അതിൻ്റെ മുകളിലേക്ക് കൂട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കുക. അതാണ് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്. ഇത് കണ്ട് ചുറ്റുമുള്ള മണ്ണ് ചെടിയുടെ മൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫേമായിട്ട് നല്ലപോലെ ഉറപ്പിച്ച് ചെടിയെ ആ ചട്ടിയിൽ നിർത്തുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഉറപ്പിച്ച് നിർത്തിയില്ല എങ്കിൽ പെട്ടെന്നൊരു കാറ്റൊക്കെ വരുമ്പോൾ അതിൻ്റെ വേര് ചെടി അനങ്ങുകയും അത് ലൂസായി പോവുകയും പിന്നെ ഒരു വെയിൽ വരുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇളക്കം ഒന്നും വരാത്ത രീതിയിൽ നല്ലതുപോലെ ഉറപ്പിച്ച് നിർത്തുക. ഇപ്പം ഞാനിവിടെ ചെടി നല്ല രീതിയിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയും ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് മഴവെള്ളം നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ മഴവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മഴവെള്ളത്തിൽ നല്ല അളവിൽ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ലപോലെ ആർത്ത് വളരാൻ അത് സഹായിക്കും. അപ്പോൾ ചെടി ഇവിടെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ചെടിയിലെ പൂവ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എന്ത് രസമല്ലേ, നാടൻ റോസ്. പിന്നെ പൂ വന്നതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ ബ്രാഞ്ചസൊക്കെ വന്ന് ചെടി നല്ല രീതിയിൽ വളർന്നു വരും. പിന്നെ റോസിന് കൊടുക്കാൻ പറ്റിയ വളമെന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് റിച്ച് വളം, പൊട്ടാഷ്യം റിച്ച് വളം, ഇതൊക്കെയാണ് നമ്മൾ റോസിന് കൊടുക്കേണ്ട വളം. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ 1-2 വളം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മുട്ടയുടെ തോട് നല്ലൊരു വളമാണ് റോസാ ചെടികൾക്ക്. അതിൽ നല്ല രീതിയിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യമൊക്കെ നമ്മൾ റോസ് ചെടിക്ക് കൊടുക്കാൻ നേരം നല്ല ആർത്ത് വളരാനത് സഹായിക്കും. ഓക്കെ, അതുപോലെ തന്നെ ചാണകപ്പൊടി നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഒരു ജൈവവളമാണ്. ഇതിൻ്റെ അകത്ത് ചെടിക്ക് വളരാൻ ആവശ്യമായ ന്യൂട്രിയൻസ് ഇതിലടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല വേറൊരു വളം പഴത്തിൻ്റെ തൊലി, അതായത് ആഴ്ചയിൽ ഒരു പഴത്തിൻ്റെ തൊലി എന്ന രീതിയിൽ നമ്മൾ റോസിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുകയാണെങ്കിൽ നമ്മുടെ റോസാ ചെടി ആർത്ത് വളരും. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ട്രിക്ക് വിദ്യകൾ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള റോസാ ചെടികളിൽ നിന്ന് മാത്രമല്ല എല്ലാ ചെടികളിലും നിറയെ പൂ വരാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ ലിൻസീസ് ലിങ്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് എന്നെ സഹായിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. ഓക്കെ, see you friends, see you in next video. Bye bye.